ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഡൽഹി ട്രാവൽ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതാണ് ലാൽ കില മെട്രോ സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങിയിട്ട് വേണം റെഡ് ഫോർട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഫോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ചാന്ദിനി ചൗക്കിലെ ഹൽദി റാമീന് ബ്രേക്ക്ഫാസ്റ്റ് അല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഇത് ബ്രഞ്ചാണ്. ട്രാവൽ ചെയ്യുമ്പോൾ കൂടുതലും ബ്രഞ്ചാണ് ഞങ്ങൾ രണ്ടുപേരും പ്രിഫർ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ എന്തെങ്കിലും ഡെസേർട്ട്സും കഴിക്കും. അങ്ങനെ നല്ല അടിപൊളി ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് റെഡ് ഫോർട്ട് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി ഇറങ്ങി. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റായ ഷാജഹാൻ നിർമ്മിച്ച റെഡ് ഫോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇസ്ലാമിക് ട്രഡീഷൻസിന്റെയും മുഗൾ ആർക്കിടെക്ചർ സ്റ്റൈലിന്റെയും ബ്ലെൻഡ് ആണ് റെഡ് ഫോർട്ടിന്റെ ഡിസൈൻ. റെഡ് ഫോർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഇന്ത്യയുടെ റിച്ച് ആയിട്ടുള്ള ഹിസ്റ്ററിയുടെയും കൾച്ചറിന്റെയും ഒക്കെ ഒരു സിമ്പലാണ്. മോർണിംഗ് ടൈമും ഈവനിങ് ടൈമും ആണ് റെഡ് ഫോർട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ടൈം. ഇപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സത്യം പറഞ്ഞാൽ അവിടെ പൊല്യൂഷൻ ആയിരുന്നു കേട്ടോ, പക്ഷെ വീഡിയോ എടുക്കാൻ നല്ല രസമായിരുന്നു. എല്ലാവരും മാസ്ക് വെച്ചിട്ടുണ്ട്, ഞങ്ങളും മാസ്ക് വെച്ചിട്ടുണ്ട്. കണ്ണിനൊക്കെ നല്ല ഇറിറ്റേഷൻ ഉണ്ടാകുന്ന സമയമാണ്, പൊല്യൂഷൻ കൂടുതലായിട്ടുള്ള ടൈമായിരുന്നു ഡൽഹിയിൽ. ഇതാണ് ലാഹോരി ഗേറ്റ്, റെഡ് ഫോർട്ടിന്റെ എൻട്രൻസ് ആയ ലാഹോർ കവാടം. ചുവന്ന മണൽ കൽ കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ലാഹോരി ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ചാത്ത ചൗക്കാണ്. ബസാറാണിത്. റൂഫ്ഡ് മാർക്കറ്റ് എന്നാണ് ചാത്ത ചൗക്കിന്റെ അർത്ഥം. ഇവിടെ സിൽക്കും ജ്വല്ലറീസും ഹൗസ് ഹോൾഡ് ഐറ്റംസും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഷാജഹാന്റെ സമയത്ത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ സെല് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി റെഡ് ഫോർട്ടിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓൺലൈനായിട്ട് ടിക്കറ്റ് എടുക്കുന്നതാണ് എന്തുകൊണ്ടും നല്ലത്. അതാവുമ്പോൾ നമ്മൾ വെറുതെ ടിക്കറ്റ് എടുക്കാൻ ക്യൂ നിന്ന് ടൈം കളയേണ്ട ആവശ്യമില്ലല്ലോ. അത് മാത്രമല്ല, കംഫർട്ടബിൾ ആയിട്ടുള്ള ഷൂ യൂസ് ചെയ്യുക. കാരണം റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് നടക്കാനുണ്ട്, ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, കാഴ്ചകൾ കാണാനുണ്ട്. അതുപോലെ തന്നെ വാട്ടർ ബോട്ടിൽ നമുക്ക് ക്യാരി ചെയ്യാം, ബാഗ് ഡെപ്പോസിറ്റ് ചെയ്യണം. ക്യാമറ ഒന്നും യൂസ് ചെയ്യുന്നതിനോ വീഡിയോസ് ഒക്കെ എടുക്കുന്നതിനോ ഒന്നും ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പക്ഷേ വാട്ടർ ബോട്ടിൽ എന്തായാലും ക്യാരി ചെയ്യുക. റെഡ് ഫോർട്ടിനുള്ളിൽ കുറേ നടന്ന് കാഴ്ചകളൊക്കെ കാണാനുള്ളത് കൊണ്ട് എന്തായാലും ദാഹിക്കും. 2 ബോട്ടിൽ വെള്ളമെങ്കിലും കയ്യിൽ വേണം. ഈ ഒരു റൂഫ്ഡ് മാർക്കറ്റായ ചത്ത ചൗക്കിൽ നിന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും പർച്ചേസിംഗ് ഒന്നും നടത്തിയില്ല. കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം കമ്മലുകളാണ്. എനിക്ക് വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ വേണം. അപ്പം അങ്ങനെ വെറൈറ്റി ആയിട്ട് ഞാനൊന്നും കണ്ടില്ല. ഡൽഹിയിൽ സാധാരണ എല്ലായിടത്തും കിട്ടുന്ന പോലുള്ളതൊക്കെ ഞാൻ കണ്ടുള്ളൂ. അതുകൊണ്ട് പ്രത്യേകിച്ച് പർച്ചേസിംഗ് ഒന്നും ചെയ്തില്ല. റൂഫ്ഡ് ബസാർ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പോൾ ഒരു വ്യൂ ഉണ്ടല്ലോ, ഗാർഡനും ഇതുപോലുള്ള കുറേ സ്ട്രക്ചേഴ്സും ബിൽഡിങ്സും, അടിപൊളി ഒരു വ്യൂ ആണ്. പൊല്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ഫോഗി ഫീലൊക്കെയാണ്, പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. ഇതാണ് അഫ്സന മ്യൂസിയം, റെഡ് ഫോർട്ടിനുള്ളിലുള്ള മ്യൂസിയമാണ്. ചത്ത ചൗക്കിന്റെ റൂഫ്ഡ് മാർക്കറ്റ് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വരുമ്പം ആദ്യം കാണുന്ന ബിൽഡിങ്ങിലാണ് ഈ ഒരു പ്രൈവറ്റ് മ്യൂസിയം ഉള്ളത്. സോ 360 ഡിഗ്രി റെഡ് ഫോർട്ടിന്റെ സ്റ്റോറി പറയുന്ന ഷോ കാണാൻ നമ്മൾ അകത്തേക്ക് പോവുകയാണ്. സ്റ്റോറി തുടങ്ങിയിട്ടുണ്ട്. സോ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് റെഡ് ഫോർട്ടിന്റെ പാർട്ട് 2 വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. അതുമാത്രമല്ല, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.